ശരപ്പഞ്ചിറ റിലീസായിട്ട് 46 കൊല്ലങ്ങളായി. ഹരിഹരനാണ് അതിന്റെ ഡയറക്ഷൻ. 4.5 ദശാബ്ദങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ചലച്ചിത്ര പ്രേമികളെ അസപ്പുളകിതരാക്കിയ ശരപഞ്ചരം 2025 ബിഗ് സ്ക്രീനിലൂടെ വീണ്ടും പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നു എന്ന വാർത്ത അത്യധികം ആവേശഭരിതരായാണ് മലയാളികൾ ഇതിനകം ഏറ്റെടുത്തിട്ടുള്ളത്. പുതിയ ഡിജിറ്റൽ സാങ്കേതിക മികവോടെ റീമാസ്റ്റേർഡ് വേർഷൻ ഏപ്രിൽ 25 റോഷിക എന്റർപ്രൈസസ് തിയേറ്ററുകളിൽ എത്തിക്കുന്നതിന് മുന്നോടിയായി ശരപഞ്ചരത്തെ പറ്റി നമുക്കൊന്ന് വിലയിരുത്താം. മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ നവതരംഗങ്ങൾ സൃഷ്ടിച്ച ഈ ചിത്രം പതിറ്റാണ്ടുകൾക്കിപ്പുറവും തലമുറകൾ കടന്നും ചർച്ച ചെയ്യപ്പെടുന്നു. കേരളത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഓല തിയേറ്ററുകളിൽ പോലും വാരങ്ങളോളം നിറഞ്ഞൂടെ ഒരു ചലച്ചിത്ര ഇതിഹാസം. പുതുമയുള്ള പ്രമേയവും ശക്തമായ കഥാപാത്രങ്ങളും ഉജ്ജ്വലമായ അഭിനയ മുഹൂർത്തങ്ങളും സാങ്കേതിക തികവും കലാപരമായ ഔന്നത്യവും ഒപ്പം കച്ചവട ചേരുവകളും സമന്വയിപ്പിച്ച ചടുലമായ ആഖ്യാന ശൈലിയുടെ ഉത്തമോദാഹരണമായി ഇന്നും വാഴ്ത്തപ്പെടുന്ന ചിത്രമാണ് ശരപഞ്ചരം. ജയൻ എന്ന നടന്റെ ചലച്ചിത്ര ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കപ്പെട്ട ഈ ചിത്രത്തിലൂടെയാണ് ഹരിഹരൻ എന്ന സംവിധായകൻ ഹൈക്ലാസ് ചിത്രങ്ങളിലേക്ക് ചുവട് മാറുന്നത്. അതുവരെ ലേഡീസ് ഹോസ്റ്റൽ, അയലത്തെ സുന്ദരി, രാജഹംസം, അമ്മിണി അമ്മാവൻ, തെമ്മാടി വേലപ്പൻ തുടങ്ങിയ സ്ഥിരം ഫോമുലയിൽ പാട്ടും പ്രേമവും കോമഡിയും ക്ലൈമാക്സിലെ കൂട്ടയടിയും ഒക്കെയായി ലൈറ്റ് സബ്ജക്റ്റുകൾ മാത്രം ചെയ്തിരുന്ന ഹരിഹരന്റെ ആദ്യത്തെ ഹെവി സബ്ജക്റ്റായി ശരപഞ്ചരത്തെ വിശേഷിപ്പിക്കാം. DH ലോറൻസ് എഴുതിയ ലേഡി ചാറ്റർലീസ് ലവർ എന്ന നോവലിനെ അവലംബിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ മെനഞ്ഞെടുത്ത കഥയാണിത്. ഇതിന് തിരക്കഥ ഒരുക്കിയതും സംവിധായകൻ ഹരിഹരൻ തന്നെയാണ്. നാടകാചാര്യൻ KT മുഹമ്മദാണ് ഇതിന് സംഭാഷണം എഴുതിയത്. GP ഫിലിംസിന്റെ ബാനറിൽ GP ബാലൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ ജയൻ, ഷീല, സത്താർ, PK എബ്രഹാം, നെല്ലിക്കോട് ഭാസ്കരൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഭാസ്കരക്കുറുപ്പ്, പ്രിയ, ഭവാനി, കോട്ടയം ശാന്ത, ജയമാലിനി, ജയചന്ദ്രൻ, സ്റ്റാൻലി, ബേബി സുമതി തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. ഇവർക്കൊപ്പം പിൽക്കാലത്ത് ശ്രദ്ധേയരായ ശങ്കർ, ശരത് ബാബു എന്നിവരും ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ശങ്കർ ആദ്യമായി അഭിനയിച്ച ചിത്രമായിരുന്നു ശരപഞ്ചരം. അക്കാലത്ത് തമിഴിലും തെലുങ്കിലും വേരുറപ്പിച്ച് തുടങ്ങിയിരുന്ന ശരത് ബാബുവിന്റെ മലയാളത്തിലേക്കുള്ള അരങ്ങേറ്റം കൂടിയായിരുന്നു ഈ ചിത്രം. ഛായാഗ്രഹണം മെല്ലി ഇറാനി. നായകന്റെ പ്രൗഢിയും പ്രതിനായകന്റെ പരിവേഷവുമുള്ള ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ആദ്യം തീരുമാനിച്ചത് അന്നത്തെ താരചക്രവർത്തിയായ മധുവിനെയായിരുന്നു. ഉദ്ദേശിച്ച സമയത്ത് മധുവിനെ കിട്ടാതായപ്പോഴാണ് ആ വേഷത്തിലേക്ക് അന്ന് കൂടുതലായും വില്ലൻ വേഷങ്ങളിൽ അഭിനയിച്ചിരുന്ന ജയനെ പരിഗണിച്ചത്. ഈ ചിത്രത്തിൽ അഭിനയിച്ചു തുടങ്ങുമ്പോൾ ജയൻ നായകനായുള്ള ചിത്രങ്ങൾ വന്നു തുടങ്ങിയിരുന്നില്ല. എങ്കിലും വില്ലൻ വേഷങ്ങൾക്കിടയിൽ ഇടയ്ക്കൊക്കെ ലഭിക്കുന്ന പോസിറ്റീവ് റോളുകളിലൂടെ ജയൻ അതിനകം പ്രേക്ഷക പ്രീതി നേടിയിരുന്നു. മധുവിന് പകരം ജയൻ എത്തിയതോടെ ജയന്റെ രൂപഭാവങ്ങൾക്കും കായിക സവിശേഷതകൾക്കും അനുസൃതമായ വിധത്തിൽ ഹരിഹരൻ ആ കഥാപാത്രത്തെ ഉടച്ചു വാർക്കുകയായിരുന്നു. മതോന്മത്തനായി കുതിച്ചു പായുന്ന കുതിരയെ മെരുക്കുന്നതും തന്റെ ശരീരഭംഗി പ്രകടമാക്കുന്ന വിധത്തിൽ കുതിരയ്ക്ക് എണ്ണയിടുന്നതും ഒക്കെ ഇത്തരത്തിൽ ജയന് വേണ്ടി എഴുതി ചേർത്ത രംഗങ്ങളായിരുന്നു. അവയൊക്കെ ഈ സിനിമയുടെ വിജയത്തിൽ ഏറെ നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു. ശരപഞ്ചരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അന്ന് വില്ലനാണ്. ഒരു വില്ലൻ, ഒരു ഹീറോ പരിവേഷം അദ്ദേഹം ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രൂരമായിട്ടല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് എങ്കിലും ആളുകൾ അത് ഇഷ്ടപ്പെട്ടു. കാരണം അതൊരു തുടക്കമായിരുന്നു. വില്ലൻ കഥാപാത്രങ്ങൾ അത് തന്മയത്തമായി ജനങ്ങളുടെ മുമ്പിൽ ആ അഭിനയം കാഴ്ചവെച്ച് കഴിഞ്ഞാൽ അത് വില്ലനാണെങ്കിലും നായകനാണെങ്കിലും ഒക്കെ ആൾക്കാർ കൂടെ വരും. ശരപഞ്ചരം എന്ന് പറഞ്ഞ സിനിമ ഹരിഹരൻ സാറ് ഡയറക്റ്റ് ചെയ്ത ആ സിനിമ ഒരു വൻ വിജയമായതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം വില്ലനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോയി മലയാള സിനിമ, മലയാള പ്രേക്ഷകർ. ശരപഞ്ചരം ജയനെ താരമാക്കാൻ വേണ്ടി എടുത്ത ചിത്രമല്ല. സത്യത്തിൽ അത് നായികയ്ക്ക് പ്രാധാന്യമുള്ള കഥയാണ്. പക്ഷേ ജയന്റെ പെർഫോമൻസ് കൊണ്ട് അത് പ്രതിനായകന്റെ കഥയായി മാറുകയാണ് ഉണ്ടായത്. ശരിക്കും ഇതിൽ നായകൻ എന്ന പരിവേഷത്തിന് ഇണങ്ങിയ കഥാപാത്രം സത്താറിന്റേതായിരുന്നു. എന്നാൽ ജയന്റെ പ്രഭാവത്തിന് മുന്നിൽ സത്താർ വേണ്ടത്ര ചർച്ച ചെയ്യപ്പെട്ടില്ല. എങ്കിലും സത്താർ എന്ന നടനെ ഒരു പരിധിവരെയെങ്കിലും ജനകീയനാക്കിയതിൽ ശരപഞ്ചരം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇതിനു മുമ്പ് അനാവരണം എന്ന ചിത്രത്തിൽ നായക വേഷം ഉൾപ്പെടെ പല ചിത്രങ്ങളിലും സത്താർ വേഷമിട്ടെങ്കിലും ശരപഞ്ചരത്തിന് ശേഷമാണ് ആ നടൻ കൂടുതൽ തിരക്കിലേക്ക് ഉയരുന്നത്. ഷീല എന്ന അഭിനേത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നായികയുടെ ഇമേജ് നോക്കി അവർ ഒരിക്കലും അഭിനയിക്കാറില്ല. സാധാരണ നടിമാർ ഏറ്റെടുക്കാൻ മടിക്കുന്ന തരം നെഗറ്റീവ് ഇമേജ് ഉള്ള കഥാപാത്രങ്ങളെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കാൻ ഷീല തന്റെ കരിയറിൽ എക്കാലവും സന്നദ്ധയായിരുന്നു. ശരപഞ്ചരത്തിന്റെ ആദ്യ പകുതിയിലും ഷീലയുടെ കഥാപാത്രം സാധാരണ നായികയുടെ ഇമേജിന് വിരുദ്ധമായിരുന്നു. നല്ല കഥയാണ്. ആരും എടുക്കാൻ ധൈര്യപ്പെടാത്ത ഒരു ടൈപ്പ് ഓഫ് കഥയാണ്.
നെല്ലിക്കോട് ഭാസ്കറിന് ആ വർഷത്തെ ഏറ്റവും മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ചിത്രമാണ് ശരപഞ്ചരം. ചുരുക്കം ചില ചിത്രങ്ങളിൽ മുമ്പ് അഭിനയിച്ചിട്ടുള്ള ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന നടനെ താരമാക്കിയതും ഈ ചിത്രം തന്നെയാണ്. യൂസഫലി കേച്ചേരി രചിച്ച് ദേവരാജൻ ഈണം പകർന്ന അതിമനോഹരമായ ഗാനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഈ ചിത്രം. യേശുദാസ്, ജയചന്ദ്രൻ, വാണി ജയറാം, പി സുശീല, മാധുരി തുടങ്ങിയവർ ആലപിച്ച ഇതിലെ ഗാനങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു. ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ ജയനും സത്താറും തമ്മിലുള്ള സംഘടന രംഗം ഏറെ ശ്രദ്ധേയമായിരുന്നു. മലമുകളിലെ വഴുക്കലുള്ള പാറപ്പുറത്ത് വെച്ച് അതിസാഹസികമായിട്ടാണ് ആ രംഗം ചിത്രീകരിച്ചത്. സ്റ്റണ്ട് മാസ്റ്റർ ത്യാഗരാജൻ അത്യാവശ്യമായി മറ്റൊരു ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യത്തിൽ ഹരിഹരന്റെ അനുവാദത്തോടെ ജയൻ തന്നെയായിരുന്നു ആ സംഘടന രംഗം ചിട്ടപ്പെടുത്തിയത്. 1979 മാർച്ച് 2 ഈ ചിത്രം റിലീസായപ്പോൾ ഹരിഹരൻ തന്റെ അടുത്ത ചിത്രമായ ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ചയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് താര ഹോട്ടലിൽ ആയിരുന്നു. ശരപഞ്ചരം കണ്ടിട്ട് ജിയോ പ്രൊഡക്ഷൻസ് ഉടമ NG ജോൺ ഹരിഹരനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, മലയാള സിനിമയ്ക്ക് നിങ്ങൾ ഒരു മഹാനടനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കുറെ കഴിഞ്ഞ് ഹരിഹരനെ വിളിച്ചത് KP ഉമ്മറാണ്. ഷോലയിൽ അംജദ് ഖാൻ സൃഷ്ടിച്ച തരംഗം പോലെയുണ്ട് ജയന്റെ പ്രകടനം എന്നാണ് ഉമ്മർ പറഞ്ഞത്. ആ സിനിമ വമ്പിച്ച വിജയമായി. വളരെ വളരെ നന്നായി ഒരേ ദിവസം ഓടിയൊരു പടമാണ്. മദിരാശി ആനന്ദ് തിയേറ്ററിൽ ശരപഞ്ചരം 100 ദിവസം ഓടി. ഞങ്ങളുടെ എല്ലാം കൗമാരത്തിൽ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെ വല്ലാതെ ആകർഷിച്ച ഒരു ചിത്രമാണ് ശരപഞ്ചരം. ഹരിഹരൻ സംവിധാനം ചെയ്ത് ശ്രീ ജയന്റെ അഭിനയ മികവ് കൊണ്ടും ചലച്ചിത്രത്തിന്റെ പ്രത്യേകതകൾ കൊണ്ടും അന്ന് എല്ലാവരെയും ആകർഷിച്ച ഒരു ചിത്രമാണ്. അതെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. തമിഴിലെ പ്രശസ്ത നിർമ്മാതാവ് സത്യ മൂവീസ് ഉടമയും അന്നത്തെ മന്ത്രിയുമായിരുന്ന RM വീരപ്പൻ ആ സിനിമ കാണാനെത്തി. നാഗേഷും K ബാലചന്ദ്രനും ഒക്കെ ഉണ്ടായിരുന്നു അന്ന് സിനിമ കാണാൻ. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ RM വീരപ്പൻ ഹരിഹരനോട് പറഞ്ഞു, ഇവനെ നമുക്ക് തമിഴിൽ അഭിനയിപ്പിക്കണം, പടം നിർമ്മിക്കാൻ തയ്യാറാണ്, നല്ലൊരു കഥ നോക്കൂ. ഹരിഹരൻ അക്കാര്യം ജയനോട് പറഞ്ഞു. പക്ഷേ മലയാളത്തിലെ തിരക്ക് കാരണം ജയൻ ആ ഓഫർ അപ്പോൾ സ്വീകരിച്ചില്ല, പിന്നത്തേക്ക് മാറ്റിവെച്ചു. എന്നാൽ പിന്നീട് അത് ചെയ്യാൻ കാലം അനുവദിച്ചില്ല. ദശാബ്ദങ്ങൾക്കിപ്പുറവും ആസ്വദിക്കപ്പെടുന്ന ശരപഞ്ചരം പുതിയ ഡിജിറ്റൽ സാങ്കേതിക മികവോടെ 4K റീമാസ്റ്റേർഡ് വേർഷൻ 2025 ഏപ്രിൽ 25 റിലീസ് ചെയ്യപ്പെടുന്നു. പോയ ഒരു സുവർണ കാലഘട്ടം വീണ്ടും വെള്ളിത്തിരയിലൂടെ അനുഭവിച്ചറിയാൻ, ആസ്വദിക്കാൻ കാത്തിരിക്കുക. എടേ പയ്യൻ, നീ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല.